ഓപ്പറേഷന് മുമ്പ് വരെ നീ പറഞ്ഞതൊക്കെ ആലോചിച്ച് കിടക്കുമായിരുന്നു ഞാൻ. നീ എപ്പോഴും പറയില്ലേ, എന്റെ കൂടെ ഒരുപാട് കാലം ജീവിക്കണമെന്നൊക്കെ. അത് ഈശ്വരൻ കേട്ടു അല്ലേ മോളെ? അമ്മ എങ്ങോട്ട് പോകുന്നില്ല, എന്റെ കൂടെ തന്നെ ഉണ്ടാവും. വാക്ക് പൂർണ്ണമായും വിശ്വസിച്ചാണ് അന്ന് ഞാനും മോളും ഇവിടുന്ന് പടിയിറങ്ങിയത്. പക്ഷേ സംഭവിച്ചതെല്ലാം മറിച്ച. നാഗത്തറയില് നാഗം പ്രത്യക്ഷപ്പെട്ടപ്പോ അവളെ ആക്രമിക്കുമെന്നാ ഞാൻ കരുതിയത്. പക്ഷേ നാഗം അവളെ അനുഗ്രഹിച്ചു. അതിന്റെ അർത്ഥം എന്താ? അങ്ങ് പറഞ്ഞതില് യാഥാർത്ഥ്യം ഇല്ലെന്നല്ലേ? ഞാൻ പറഞ്ഞതിന്റെ പൊരുള് അമ്മയ്ക്കും മകൾക്കും മനസ്സിലായില്ലെന്നുണ്ടോ? ഏട്ടന്റെ ആദ്യ ഭാര്യയുടെ മരണം നടന്ന വിവരം നിങ്ങൾ തന്നെയല്ലേ എന്നോട് പറഞ്ഞത്? ആ മരണം നടന്നത് എപ്പോഴാണ്? വിവാഹം കഴിഞ്ഞ് ആ പെൺകുട്ടി കളരിക്കൽ തറവാട്ടിൽ എത്തിയതിന് ശേഷം. അല്ലാതെ താലി കെട്ടുന്നതിന് മുൻപ് ആ പെൺകുട്ടിയുടെ മരണം സംഭവിച്ചിരുന്നോ? ഓ, കളരിക്കൽ തറവാട്ടിലെ പുരുഷ പ്രജകൾക്ക് നിശ്ചയിക്കപ്പെട്ട പെൺകുട്ടികൾക്കല്ല മരണം. വധുവായി കഴിഞ്ഞ പെണ്ണിനെയാണ് മരണം കാത്തിരിക്കുന്നത്. നിങ്ങൾ ഈ പറയുന്ന പെൺകുട്ടി ഗാഥ നവീന്റെ ഭാര്യയായി കഴിഞ്ഞില്ലല്ലോ. പിന്നെങ്ങനെയാണ് ശാപം മറികടക്ക്? അപ്പോ വിവാഹം കഴിഞ്ഞ മരണം ഉറപ്പാണല്ലോ അല്ലേ? ഇപ്പൊ നിങ്ങൾ ഈ കാണിക്കുന്നത് ആർത്തിയാണ്. സ്വന്തം മകളെ കളരിക്കൽ തറവാട്ടിലെ എല്ലാം ആക്കാനുള്ള ആർത്തി. അതെ തിരുമേനി, എനിക്ക് അവള് മാത്രമേ ഉള്ളൂ. അവൾക്ക് അവളുടെ ജീവിതത്തിൽ ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, നവീന്റെ ഭാര്യയായി ജീവിക്കുന്നത്. അത് സംഭവിച്ചില്ലെങ്കിൽ അവള് മരിച്ചു കളയും. പിന്നെ തീരാ ദുഃഖമായിരിക്കും എനിക്കും എന്റെ ഭർത്താവിനും. അങ്ങനെയൊന്നും സംഭവിക്കില്ല. നിങ്ങൾ എന്റെ മുന്നിൽ കൊണ്ടുവന്ന 2 ജാതകങ്ങൾ അത് തമ്മിലാണ് ചേരുന്നതെങ്കിൽ മരണം സുനിശ്ചിതമാണ്. അല്ല, കൂടുതൽ എന്തെങ്കിലും പൂജകളോ മറ്റെന്തെങ്കിലോ നടത്തേണ്ടതായിട്ടുണ്ടെങ്കിൽ അല്ല, മരണം നടക്കുമെന്ന് ഉറപ്പിക്കാൻ? തീരുമാനിക്കപ്പെട്ട മരണം ദൈവങ്ങൾക്ക് പോലും തടഞ്ഞു നിർത്താനാവില്ല. യമധർമ്മന്റെ ശക്തി അത്രമാത്രമാണ്. അങ്ങയുടെ അനുഗ്രഹം മാത്രമാണ് ഞങ്ങളുടെ ഏക പ്രതീക്ഷ. പേടിക്കണ്ട, എല്ലാം ശുഭമായി അവസാനിക്കും. മകളുടെ ആഗ്രഹം നടക്കും. സുമിത്രേ, വിവാഹത്തിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാ തീരുമാനിക്കണം. എല്ലാത്തിനും നേതൃത്വം നീ തന്നെ ആയിക്കോട്ടെ. അതെന്താ അമ്മേ? നമ്മൾ ഇവിടെ എല്ലാവരും കൂടിയല്ലേ എല്ലാ കാര്യങ്ങളും നടത്തുന്നേ. അങ്ങനെ നിന്നെ ഏൽപ്പിച്ചിട്ട് ഞങ്ങളൊക്കെ അങ്ങോട്ട് മാറി നിൽക്കാൻ വേണ്ടിയല്ല. നവീന്റെ വിവാഹക്കാര്യത്തില് നിന്റെ താല്പര്യം എനിക്ക് നന്നായിട്ടറിയാം. ഒരു കുറവും വരാൻ പാടില്ല. 10 വേണ്ടെടുത്ത് 100 ചെലവാക്കിയാലും ഒരു കുഴപ്പമില്ല. എല്ലാവരുടെയും മനസ്സിൽ എക്കാലവും നിറഞ്ഞു നിൽക്കുന്ന ഒന്നായിരിക്കണം നവീന്റെ വിവാഹം. എന്താ രണ്ടുപേരും കൂടി ഒരു വർത്തമാനം? നന്ദേട്ടാ, അമ്മ എന്റെ വലിയൊരു പരാതി ഒറ്റയടിക്ക് അങ്ങ് പരിഹരിച്ചു കേട്ടോ. ആഹാ, നവീന്റെ വിവാഹക്കാര്യത്തിൽ ചെറിയൊരു കാലതാമസം കാരണവന്മാരുടെ ഭാഗത്തു നിന്ന് വരുന്നുണ്ടോന്ന് ഞാൻ മുമ്പൊരിക്കൽ ചോദിച്ചില്ലായിരുന്നോ? ഇപ്പതാ എല്ലാം നടത്താനുള്ള ചുമതല അമ്മ തന്നെ എന്നെ ഏൽപ്പിച്ചിരിക്കുക.
എല്ലാം നന്നായി നടക്കണം അല്ലേ നന്ദ? സുമിത്രേ, കുറച്ച് ചൂടുവെള്ളം വേണം എനിക്ക്. ആ ദേ ഇപ്പൊ കൊണ്ടുവരാം. അമ്മ ഇതെന്ത് ഭാവിച്ച? നമ്മളിത് മുടക്കാൻ വേണ്ടി ചിന്തിച്ചവരല്ലേ? ഇപ്പൊ അമ്മ തന്നെ മുൻപന്തിയിൽ നിന്ന് ഇത് നടത്താൻ തീരുമാനിക്കാന്ന് വെച്ചാ? നവീന്റെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നത് ഏറ്റവും അനുയോജ്യമായ വധുവാണ്. അവൾക്ക് ആപത്തൊന്നും വരില്ല. അപ്പൊ ശാപത്തിന്റെ ശക്തിയോ? എല്ലാം നമ്മൾ വിശ്വസിക്കുന്ന മൂർത്തികൾ നോക്കിക്കോളും നന്ദ. ഇപ്പൊ തൽക്കാലം നീ അതറിഞ്ഞാ മതി. അമ്മേ, നീ ഇനി കൂടുതൽ ശങ്കിക്കൊന്നും വേണ്ട. വിവാഹം നടക്കണമെന്ന് ഞാൻ പറയുന്നത് പൂർണ്ണ മനസ്സോടെയും പൂർണ്ണ സന്തോഷത്തോടും കൂടി തന്നെയാ.